गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 2025 ഒക്ടോബർ 12 മുതൽ 18 വരെ, അതായത് 1201 ആണ്ട് കന്നിമാസം 26 മുതൽ തുലാം 1 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. അടുത്തത് മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ വ്യാഴവും, ശത്രുസ്ഥാനത്ത് ശുക്രനും, ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ രവിയും, കളത്രസ്ഥാനത്ത് ബുധനും കുജനും, വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗശമനവും ധനലാഭവും ഉണ്ടായേക്കാം. മാനക്ഷയം, കാര്യവിജയം, ദുഃഖം, സഞ്ചാരതടസ്സം എന്നിവയ്ക്കും ഇടയുണ്ട്. ദാമ്പത്യ സൗഖ്യം കുറയും. ഉറക്കമില്ലായ്മ, സുഖവിരഹം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. സ്ഥാനഭ്രംശത്തിന് സാധ്യത കാണുന്നു. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം നേരിടേണ്ടതായി വരാം. ഭാര്യാപുത്രാദികൾക്ക് രോഗം, മനോദുഃഖം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ലക്ഷ്മീനാരായണ പ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി വ്യാഴവും, പുത്രസ്ഥാനത്ത് ശുക്രനും, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി ആദിത്യനും, ശത്രുസ്ഥാനത്ത് കുജനും ബുധനും, ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുക്കളുമായി രമ്യതയിലെത്തും. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക വഴി ആപത്തുകളിൽ നിന്നും രക്ഷ നേടും. സന്താനലാഭവും ബന്ധുഗുണവും ഉണ്ടാകും. ധനലാഭം പ്രതീക്ഷിക്കാം. ഭാഗ്യവർദ്ധനവ് അനുഭവപ്പെടും. പൊതുവെ എല്ലാ കാര്യങ്ങളും അനുകൂലമാകും. കാര്യവിജയം, ഭയം, മൃഷ്ടാന്നലാഭം, ശയനസുഖം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. മനോവിഷമം അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാല് എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും ധനസ്ഥാനത്തുമായ വ്യാഴവും, സുഖസ്ഥാനത്ത് ശുക്രനും, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ ആദിത്യനും, പുത്രസ്ഥാനത്ത് കുജനും ബുധനും, കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനാരോഗ്യവും കാര്യതടസ്സവും ഉണ്ടാകാം. ശയനസുഖം, മാനക്ഷയം, വസ്ത്രലാഭം, ധനനാശം എന്നിവയ്ക്കും സാധ്യത കാണുന്നു. സന്താന ദുഃഖവും കലഹപ്രവണതയും ഉണ്ടാകും. വിവേകശൂന്യമായി പെരുമാറരുത്. പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അധികാരികളുടെ ആദരവ് നേടിയെടുക്കാൻ സാധിക്കും. ബന്ധുക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അലച്ചിലും കഷ്ടപ്പാടും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്തും ജന്മത്തിലുമായ വ്യാഴവും, സഹോദരസ്ഥാനത്ത് ശുക്രനും, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ രവിയും, സുഖസ്ഥാനത്ത് ബുധനും കുജനും, ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദുഃഖവും ധർമ്മപ്രവൃത്തികൾക്ക് തടസ്സവും ഉണ്ടാകും. വസ്ത്രാഭരണ ലാഭവും ആജ്ഞാശക്തിയും സിദ്ധിക്കും. തൊഴിൽ തടസ്സവും ധനപരമായ ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായി വന്നേക്കാം. ബന്ധുസമാഗമവും യാത്രാഗുണവും ഉണ്ടാകും. ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ബന്ധുസമാഗമം, അമിതമായ ചെലവ്, ശയനസുഖം, മാനക്ഷയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അനുഭവഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്ത ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി വ്യാഴവും, ധനസ്ഥാനത്ത് ശുക്രനും, ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി രവിയും, സഹോദരസ്ഥാനത്ത് ബുധനും കുജനും, അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം വർദ്ധിക്കും. നയനരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. മൃഷ്ടാന്നലാഭം, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, ധനനാശം എന്നിവയ്ക്ക് ഇടയുണ്ട്. വിജയങ്ങളും ശത്രുനാശവും ഉണ്ടാകും. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. അഭീഷ്ടകാര്യ സിദ്ധിയും വസ്ത്രാഭരണ ലാഭവും ഉണ്ടാകും. പലവിധ സുഖാനുഭവങ്ങൾ ലഭിക്കും. ശരീരസൗഖ്യം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായ വ്യാഴവും ജന്മത്തിൽ ശുക്രനും ജന്മത്തിലും ധനസ്ഥാനത്തുമായി രവിയും ധനസ്ഥാനത്ത് ബുധനും കുജനും കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഭാര്യയ്ക്ക് അസുഖങ്ങൾക്ക് സാധ്യത. ശയനസുഖവും മൃഷ്ടാന്നലാഭവും ഉണ്ടാകും. സന്താന ഗുണം കുറയും. തൊഴിൽ രംഗത്ത് പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ധനപരമായി മെച്ചമുണ്ടാകും. കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം. അനാരോഗ്യം, അഭീഷ്ടസിദ്ധി, ബന്ധുസമാഗമം, കാര്യതടസ്സം എന്നിവ പ്രതീക്ഷിക്കാം. ദേഹപീഡയും സഞ്ചാരക്ലേശവും അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് കർമ്മസ്ഥാനത്തുമായ വ്യാഴവും വ്യയസ്ഥാനത്ത് ശുക്രനും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി രവിയും ജന്മത്തിൽ ബുധനും കുജനും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനനഷ്ടവും ബന്ധുക്കളുടെ വിരോധവും ഉണ്ടാകാം. ശത്രുഭയം, കാര്യതടസ്സം, ബന്ധനം, ഭയം എന്നിവ ഉണ്ടാകും. ഉഷ്ണരോഗവും മനോദുഃഖവും വർദ്ധിക്കാം. സംസാര നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത. ഭാര്യാപുത്ര സുഖവും സാമർഥ്യവും ഉണ്ടാകും. ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. അനുഭവഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനി, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി വ്യാഴം, ലാഭസ്ഥാനത്ത് ശുക്രൻ, ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി രവി, വ്യയസ്ഥാനത്ത് ചൊവ്വ, ബുധൻ എന്നിവർ സഞ്ചരിക്കുന്ന സമയമാണ്. ബുദ്ധിമോശം കൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. സുഖഭോജനവും ബന്ധുസമാഗമവും ഉണ്ടാകും. കഠിന ദുഃഖവും യാത്രാക്ലേശവും പ്രതീക്ഷിക്കാം. ശത്രുഭയവും ധനനഷ്ടവും ഉണ്ടാകും. ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. സമ്മാന ലാഭം, അഗ്നിഭയം, രോഗം, സർക്കാർ ഗുണാനുഭവങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കർമ്മ പുരോഗതി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനി, കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി വ്യാഴം, കർമ്മസ്ഥാനത്ത് ശുക്രൻ, കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി രവി, ലാഭസ്ഥാനത്ത് ചൊവ്വയും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. സമസ്ത മേഖലകളിലും വിജയമുണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. രോഗശമനം, ശയനസുഖം, അഗ്നിഭയം, ബന്ധനം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ധനലാഭം, അധികാരസ്ഥാനപ്രാപ്തി എന്നിവയ്ക്കും ഇടയുണ്ട്. വിദ്യാലാഭവും കുടുംബസൗഖ്യവും പ്രതീക്ഷിക്കാം. ദാമ്പത്യ ഗുണമുണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. കലഹപ്രവണത ഒഴിവാക്കുക. ബന്ധുക്കൾക്ക് അരിഷ്ടതയ്ക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാലക്ഷ്മി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനി, ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി വ്യാഴം, ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ, ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി രവി, കർമ്മസ്ഥാനത്ത് ചൊവ്വയും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനപ്രാപ്തിയും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. കളത്ര സൗഖ്യവും ധനലാഭവും പ്രതീക്ഷിക്കാം. ആരോഗ്യനില മോശമാകും. ശത്രുശല്യം കുറയും. കർമ്മഗുണം കുറയും. ദുഃഖം, സഞ്ചാര തടസ്സം, മൃഷ്ടാന്നലാഭം, അഗ്നിഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. മനോദുഃഖവും അപമാനവും ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനി, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി വ്യാഴം, അഷ്ടമത്തിൽ ശുക്രൻ, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി സൂര്യൻ, ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും ബുധനും എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. അകാരണമായി കലഹമുണ്ടാകാം. സ്ത്രീകൾ നിമിത്തം വിഷമതകൾ നേരിടേണ്ടതായി വരും. ഭയം, ദുഃഖം, ശത്രുനാശം, മൃഷ്ടാന്നലാഭം എന്നിവ ഉണ്ടാകും. അർത്ഥനാശവും തടസ്സവും ഉണ്ടാകും. ഭാഗ്യതടസ്സവും സന്താന ദുഃഖവും നേരിടും. സജ്ജന സംസർഗവും സർക്കാർ ആനുകൂല്യങ്ങളും ഉണ്ടാകാം. ആഡംബര വസ്തുക്കൾക്കായി വ്യയം ചെയ്യേണ്ടതായി വരും. ബന്ധുക്കളുടെ വിയോഗവും അന്യദേശ യാത്രയും വേണ്ടി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനി, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി വ്യാഴം, കളത്രസ്ഥാനത്ത് ശുക്രൻ, കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി സൂര്യൻ, അഷ്ടമത്തിൽ ചൊവ്വയും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. അനാരോഗ്യവും ധനനാശവും ഉണ്ടാകും. സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾക്ക് സാധ്യത. വളർത്തുമൃഗങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം, കാര്യവിജയം എന്നിവ ഉണ്ടാകും. ശത്രുശല്യം പ്രതീക്ഷിക്കാം. വസ്ത്രലാഭം, ഭയം, ദുഃഖം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ശാരീരിക അധ്വാനം വർദ്ധിക്കും. ഉദരരോഗങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക.